പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്. എനിക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ. മൂപ്പനോട് ഭയങ്കര തിരക്കില്ല. എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്. പിന്നെ പാമ്പട പുളിശ്ശേരിയിൽ കടു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ വർത്തിടണ്ടേ? മൂപ്പന് പറഞ്ഞതാ. അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറ. ഇന്ന് കാളനാ വയ്ക്കുന്നത്. ഇതിന് കാളൻ തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വടക്കോട്ടൊക്കെ കാളൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിലായി ഉള്ളത്. ഇതുപോലെയല്ല, കുറേ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കാളൻ തൈരും തേങ്ങ ഈ ജീരകവും കൂടെ അരച്ച് കലക്കി കുറുക്കിയെടുക്കുന്നതാണ് കാളൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ കഷ്ണം പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെ ചെയ്തു. ഇന്ന് നമ്മൾ ഏത്തപ്പഴം ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം അധികം പഴുത്തതായിരിക്കരുത്, എന്നാൽ പാകത്തിന് പഴുത്തതായിരിക്കണം. കൂടുതൽ പഴുത്തതും ആയിരിക്കരുത്, തീരെ കുറഞ്ഞ പഴുപ്പായിരിക്കരുത്. അങ്ങനെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ തൈര് മാത്രം കുറുക്കി തേങ്ങ ചേർക്കാതെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് തേങ്ങയും ജീരകവും കൂടെ അരച്ച് തൈരിൽ ചേർത്ത് കുറുക്കി ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് കൂടുതൽ സ്വാദായിട്ട് തോന്നി. ഇതൊരു വളരെ സ്വാദുള്ള ഒരു വിഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇതിനെ കാളനാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. കാളൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. വേണ്ട സാധനങ്ങൾ: നേന്ത്രപ്പഴം ഒരു 300 ഗ്രാം ആയിരിക്കും ഇത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ജീരകം, ഉപ്പ്, പച്ചമുളക്, പിന്നെ കടുകറക്കാൻ വേണ്ടി കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. തൈര് 1 ലിറ്റർ തൈര്, വെളിച്ചെണ്ണ. തൈര് നല്ല പുളിയുള്ളതായിരിക്കണം. പിന്നെ പഴം തൊലിയോടുകൂടി അരിഞ്ഞ് വേവിച്ചാലും നല്ലതാണ്. കേരളത്തിലെ എല്ലാ ഡിഷസിനും തേങ്ങയും വെളിച്ചെണ്ണയാണ് സ്വാദ്. കാളനൊരു 1 ലിറ്റർ പാലിനൊരു 1 ലിറ്റർ തൈരിന് ഒരു വലിയ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം കുറുകെ മുറിച്ചിട്ട് അര കപ്പ് വെള്ളം, ഉപ്പ്, മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നാല് പച്ചമുളകും ചേർക്കും. നടുവേ മുറിച്ചിട്ട് പഴം ഒരു 5 മിനിറ്റിനകം വേവും. പഴം നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു കപ്പ് തേങ്ങ, അര ടീസ്പൂൺ ജീരകം, ഇത് രണ്ടും
തൈര് ഒഴിച്ചരയ്ക്കണം. ജീരകവും തേങ്ങ തൈര് ഒഴിച്ചരച്ചതാണിത്. വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല. ഒരു ലിറ്റർ തൈര്, ഈ പാത്രം ചെറുതായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും അല്പം വലിയ പാത്രം ഉപയോഗിക്കണം. ഇത് തിളയ്ക്കുമ്പോൾ മുകളിലേക്ക് പൊങ്ങി വരും. അതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഈ 1 ലിറ്റർ തൈര് ഒരു 1/4 ഭാഗം കൂടെ വറ്റണം. എത്ര വറ്റുന്നോ അത്രയും സ്വാദായിരിക്കും. ഇത് തിളയ്ക്കുന്ന സമയം മുഴുവനും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഒരു 10 മിനിറ്റോളം എടുക്കും ഇത് വറ്റി വരാൻ. പിന്നെ കടുക് വറക്കേണ്ട ആവശ്യമാണ്. കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ തിളച്ച് തൂവും. അതുപോലെ തിളയ്ക്കുന്ന സമയം മുഴുവനും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വെട്ടി തിളച്ചോണ്ട് പലതുമായി അതുപോലെ മുഴുവനാവണം. നേരം പോയി. എന്തായാലും ഉച്ചയൂണിന് മുമ്പ് അവനും എത്തുന്ന തറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാ. വേഗാവട്ടെ. ഇത് വെളിച്ചെണ്ണയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. കാൽ ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ഉലുവ, വറ്റൽമുളക്,
ഒരല്പം കായം, കറിവേപ്പില, ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടിയുടെ കളർ ഇങ്ങനെ മുകളിലിരിക്കുന്നത് ഒരു ഭംഗിയാണ്. കുറച്ച് സമയം അടച്ച് ആവശ്യമുള്ളവർക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഒരു കാര്യം പറയാൻ പറ്റൂ, നല്ല പുളിച്ച തൈരായിരിക്കണം. 1 ടീസ്പൂൺ പഞ്ചസാര അവസാനം ചേർക്കാം. നിറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ റിപ്ലൈ തരാം. കാളൻ വെച്ച് നോക്കിയിട്ട് എല്ലാവരും ഇതിൻ്റെ ഒരു അഭിപ്രായം പറയണം കേട്ടോ. എന്തായാലും കമൻസിൽ എഴുതണം. ഇതെങ്ങനെയുണ്ട്, ഇതുപോലെ വെച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കണം. ആരൊക്കെ എങ്ങനെ വെക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിലെ കാളൻ ഇതാ.